നേരെ മൂലോട്ട് പോവാം. മൂല തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു അസാസിനെയാണ്. അസാസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു വാടക കൊലയാളിയെ. അവരത് പറയുകയാണ്, എടാ നിൻ്റെ അത് പറഞ്ഞ കാര്യം നീ ചെയ്തില്ല, എന്നാൽ നീ ഇനി ജീവിക്കാനും അർഹനല്ല എന്ന് പറഞ്ഞ് കുറേ പേര് തോക്ക് ചൂണ്ടി അവനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണെങ്കിൽ നമുക്കൊരു വിചിത്രമായ ഒരുത്തിനെ കാണാൻ വേണ്ടി സാധിക്കും. ഇവൻ്റെ മുഖം കണ്ടിരുന്ന പിശാചിനെ പോലെ നമുക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോഴാണ് പേ ബാക്ക് എന്ന ഒരുത്തൻ അങ്ങോട്ട് വരുന്നത്. 2 തോക്ക് കൊടുത്ത് അവിടെയുള്ള എല്ലാത്തിനെ വെടിവെച്ചാണ് കൊന്നളയുകയാണ്. അവൻ വിചാരിച്ചത്, അതായത് അസാസിൻ വിചാരിച്ച എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആളാണെന്നാണ്. അങ്ങനെ അവൻ വളരെ സന്തോഷിച്ചിരിക്കുകയാണ്. നമ്മുടെ പേ ബാക്കാണ്. അതായത് പേ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിചിത്രമായ ശക്തിയുള്ളതാണ്. അതായത് സൂപ്പർ പവർ ഉള്ളവൻ തന്നെയാണ് കേട്ടോ. അവനക്ക് എല്ലാവരും ഇടിച്ചിടാൻ പറ്റും നല്ല ശക്തിയുള്ള ഒരു മനുഷ്യനാണ് പേ ബാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അവനാണെങ്കിൽ എല്ലാവരെയും കൊന്നു കളയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അസാസിൻ പറയുക, നിങ്ങൾ വന്ന് രക്ഷിച്ച് എനിക്ക് വളരെയധികം നന്നായിട്ട്, ഞാൻ ചത്തുപോയന. എടാ എനിക്ക് നിന്നെ കൊല്ലാൻ വേണ്ടിയായിരുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കണേ, നീയാടാ എൻ്റെ മോളെയും ഭാര്യയും കൊന്നു കളഞ്ഞതെന്ന് പറഞ്ഞ് അവനങ്ങോട്ട് കൊന്നു കളയുകയാണ്. അപ്പോഴും പോലീസ് നമ്മുടെ പേ ബാക്കിനെ വളയുകയാണ്. അവൻ അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് അവൻ നേരെ കീഴടങ്ങുകയാണ്. അവർ നേരെ കാണിക്കുന്നത് ആ ഒരു സ്ഥലത്ത് കുറേ നാളുകൾക്കും കുറച്ച് മ്യൂട്ടേഷൻ നടക്കുകയാണ്. അതുപോലെ അവിടുത്തെ ജനങ്ങൾക്കും അതേപോലെ മ്യൂട്ടേഷൻ വരികയും കുറേ സൂപ്പർ നാച്ചുറൽ പവർ അവർക്ക് കിട്ടുകയാണ് കേട്ടോ. കുറേ സൂപ്പർ നാച്ചുറൽ പവർ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ നല്ലതിനും ഉപയോഗിക്കും, കുറേ ചീത്ത കാര്യങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ കുറേ ആൾക്കാർ ആ ഒരു പവറിനെ ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി, ബാങ്ക് മോചനം, ആൾക്കാരെ കൊന്ന് സ്വത്ത് തട്ടിയെടുക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഇവിടെ പിടിച്ചിടാൻ വേണ്ടി ഒരു ജയിൽ തന്നെ അവിടെ സർക്കാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പേ ബാക്കിനെ കൊണ്ടുപോകുന്നത് വലിയൊരു വാർത്തയാവുകയാണ്. വേറൊരു ജയിലിലൂടെ കൊണ്ടുപോകുന്നത്. അവിടുത്തെ വാർഡനായിട്ട് ഇപ്പോൾ ആ ന്യൂസുകാർ സംസാരിക്കുമ്പോൾ, അതായത് ആ വാർഡൻ പറയുകയാണ്, അവനെ നമുക്ക് ജോൺ എന്ന് വിളിക്കാം. അപ്പോൾ ന്യൂസുകാർ ചോദിക്കുകയാണ്, അവരും മനുഷ്യരല്ലേ, അവരിനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ഒരിക്കലും ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയല്ല ജോണാണ് പറയുന്നത്. ഇതുവരെ എൻ്റെ കരിയറിൽ ഞാൻ ഈ വാർഡനായിട്ട് ഇരുന്നിട്ട് ഒരാൾ പോലും ഈ ജയിലിൽ ചാടി പോയിട്ടില്ല, എന്നാലും നിങ്ങൾ അവരെ ക്രൂരമായിട്ടല്ല ഉപദ്രവിക്കുന്നതെന്ന് പറയുമ്പോൾ ജോൺ നേരെ കട്ട് ചെയ്ത് അവിടുന്ന് പോവുകയാണ്. ജോൺ അതായത് നമ്മുടെ പേ ബാക്കിനെ ഇപ്പോൾ ആ ജയിലിലോട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ജയിലിലുള്ള എല്ലാവർക്കും വളരെയധികം പവേഴ്സും, അതായത് ഓരോരുത്തർക്കും ഓരോ പവറാണ്. അത് നമുക്ക് വഴിയെ കണ്ട് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ പേ ബാക്ക് പോകുമ്പോൾ പേ ബാക്കിൻ്റെ ശത്രുവും ഈ ഒരു ജയിലിലുണ്ടാകും. എടാ കുറേ നാളായി ഞാൻ നിന്നോട് കാത്തിരിക്കുന്നത്, നീ ഇങ്ങോട്ടേക്ക് വാ, നിൻ്റെ എല്ല് ഞാൻ നുറുക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, ഇവർക്ക് ഈ പവറൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ രക്ഷപ്പെട്ട് പോകാൻ പറ്റില്ലെന്ന്. അതൊരിക്കലുമില്ല. കാരണം ഇവരുടെ കാലം ഒരു സാധനം ഘടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരിക്കലും ആ പവർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഇതേ സമയത്ത് പേ ബാക്കിൻ്റെ അടുത്തൊക്കെ പറയുന്നു, മര്യാദക്ക് നിനക്കൊക്കെ ഇവിടെ നിന്നാൽ ജീവിച്ച് പോകാം, ഇടിച്ച് ഞാൻ എല്ലൊടിക്കും. ഇവരെ കാലം ഒരു സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഇവർ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഇവർ അപ്പം തന്നെ ഷോക്ക് അടിപ്പിച്ച് ഇവരെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുപോലത്തെ ഒരു സാധനമാണ് ഇവരെ കാലിൽ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവരെ സൂപ്പർ നാച്ചുറൽ പവറൊന്നും ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ജയിലിൽ ചാടാൻ വേണ്ടി ശ്രമിക്കാത്തതും. ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഷോക്ക് അടിപ്പിച്ച് ഇവരെ കൺട്രോൾ നിർത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ പേ ബാക്ക് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇതേ സമയത്ത് പേ ബാക്കിനെ കാത്തിരുന്നവൻ അവിടെ ഉണ്ട് കേട്ടോ. പേ ബാക്ക് പറയുകയാണ്, എടാ നീ എന്നെ കണ്ടെന്ത് ഒലത്തു എന്ന് പറഞ്ഞല്ലോ, എന്നാൽ വാടാ ഒലത്തി കാണിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു അടി അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ടെങ്കിലും ഇവരെ കാലം ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ടല്ലോ, അത് വെച്ച് ഇവരെവിടെ നിന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേ സമയത്ത് ഒരു സ്പെക്സ് ബോയ്, നമുക്കിവനെ കന്നഡക്കാരെന്ന് വിളിക്കാം, അവൻ ആ ഇടിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാർഡൻ പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, ജോൺ പറയുകയാണ്, ഇവരെ അങ്ങോട്ട് ഷോക്ക് അടിപ്പിച്ച് കുറച്ച് നേരം അവിടെ നിർത്തിയേക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ഷോക്ക് അടിപ്പിച്ച് കഴിയുമ്പോൾ അവർ രണ്ടുപേരും നേരെ താഴത്തോട്ട് വിടുകയാണ്. പേ ബാക്കിൻ്റെ ഒപ്പം തന്നെ വേറൊരുത്തനും കൊണ്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് നമ്മുടെ സ്പെക്സ്, അതായത് പറയുകയാണ്, അവളുടെ പവർ കണ്ടെന്ന് പറയുകയാണ്. നമ്മുടെ സ്പെക്സ് ബോയ് എന്ന് വിളിക്കാം. അവനാണെങ്കിൽ പേ ബാക്കിൻ്റെ കൂടെ വന്ന ഇവനൊക്കെ മറിയെന്ന് വിളിക്കാം. അങ്ങനെ സംസാരിക്കുകയാണ്, എനിക്ക് കുറേ പവറൊക്കെ ഉണ്ട്. നമ്മുടെ സ്പെക്സ് ബോയ് പറയുകയാണ്, കാരണം എനിക്ക് കുറേ പവറൊക്കെ ഉണ്ടായതാണ്, പക്ഷേ അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഇലക്ട്രിസിറ്റി ധാരാളമായിട്ട് എൻ്റെ ബോഡി കൂടെ കണ്ടക്ട് ചെയ്യാനൊക്കെ പറ്റുമെന്ന് അവൻ പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ മറിയനാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ പവറൊന്നുമില്ല. അങ്ങനെ നമ്മുടെ സ്പെക്സ് ബോയ് ആണെങ്കിൽ അവൻ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെ ഇന്ന കാര്യങ്ങളുണ്ട്, ഇവിടെ ആരും ഇതുവരെ ജയിലിൽ ചാടിയിട്ടില്ല, ജയിലിൽ ചാടാൻ വേണ്ടി പറ്റുകയില്ല, അത്രയും സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഒരിക്കലും ഒരാളെ മാത്രമേ പുറത്ത് വിടാത്തുള്ളൂ, അത് വേറെ ആരുമല്ല, ടൈറ്റ് സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരാൾ മാത്രമാണ്. അവൻ്റെ ശക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ആറിൻ്റെ മൈൻഡ് വേണമെങ്കിലും അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് അവനെ പുറത്തോട്ട് വിടാത്തത്. ബാക്കിയുള്ള എല്ലാവരും പുറത്തോട്ട് വിടുന്നുണ്ടെങ്കിലും അവനെ മാത്രം ടൈറ്റ് സെക്യൂരിറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഫുഡ് പോലും അവനിക്ക് അവിടെ കൊണ്ടുപോയാണ് കൊടുക്കുന്നത്.
ഇതേ സമയത്ത് നമ്മുടെ ജോണെ കാണിക്കുകയാണ്. ഇവൻ വലിയ നല്ലൊരു വാർഡനൊന്നുമല്ല, നല്ല അഴിമതിക്കാരനാണ്. നമ്മുടെ അസിസ്റ്റൻറ്റ് വാർഡനാണെങ്കിൽ കുറച്ചുകൂടി നല്ല മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. ഇതേ സമയത്ത് മെച്യൂരിറ്റി അതായത് വാർഡൻ ചെന്നിട്ട് പറയുകയാണ്, ഇന്നാണ് ജോൺ അതായത് നമ്മുടെ ആ ഒരു പൂട്ടി വെച്ച ഒരാളെ വിചാരണ അതായത് പരോളിനൊക്കെ അനുവദിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇരുത്തുകയാണ് കേട്ടോ. ആൾക്കാരൊന്നുമില്ല, ഇങ്ങനെ മൈക്കിൽ കൂടെയാണ് സംസാരിക്കുന്നത്. കാരണം ഇവൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ എന്താണ് ചിന്തിക്കുന്നത് അത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഇവൻ ഇപ്പോഴും പുറത്ത് പോകാൻ വേണ്ടി എലിജിബിൾ അല്ല എന്ന് പറയുകയാണ്. നമുക്ക് തൽക്കാലം ഒത്താണ് അവനെ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷേ അത് എവിടെയെന്ന് മാത്രം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. ജോൺ പറയുകയാണ് നിന്നെ രക്ഷപ്പെടുത്താമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പോൾ നമ്മുടെ ജോണിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ റിട്ടയർമെൻറ്റ് സമയത്ത് മാത്രമാണ് പകുതി സ്വത്ത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് നമ്മുടെ ജോണോട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ മൊട്ടയുടെ ഹെൽത്തൊക്കെ ഓക്കെ ആണോ നോക്കാൻ വേണ്ടി ഒരു ഡോക്ടർ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ അവനെല്ലാം ഓക്കെയാണ്. ഇതേ സമയത്ത് പേ ബാക്ക് ഇങ്ങോട്ടേക്ക് വരാനൊരു കാരണമുണ്ട്. കാരണം ഈ മുട്ടേനെ കൊല്ലാൻ വേണ്ടിയാണ് പേ ബാക്ക് കൊണ്ട് വന്നിരിക്കുന്നത്. ആ ഡോക്ടറിനെ തൂക്കി പിടിച്ച് കഴുത്തിന് നെരിച്ച് കൊല്ലാൻ വേണ്ടി പോയിട്ട് അവിടെ ഇങ്ങനെ ഇടുകയാണ്. അങ്ങനെ പേ ബാക്ക് നേരെ നമ്മുടെ മുട്ടേനെ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ തന്നെ അതായത് പേ ബാക്കിൻ്റെ ഒപ്പം തന്നെ വേറൊരുത്തം വന്നിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ മുട്ടയുടെ ജീവൻ രക്ഷിക്കുകയാണ്. നമ്മുടെ പേ ബാക്കിനെ അടിച്ച് താഴ്ത്തിടുകയാണ്. അപ്പോഴും പോലീസുകാരൊക്കെ വന്നിട്ട് അവനെ പിടിച്ചിട്ട് പോവുകയാണ് പേ ബാക്കിനെ. അങ്ങനെ പേ ബാക്ക് അവിടെ നിന്ന് പോവുകയും ഇതേ സമയത്ത് നമ്മുടെ മുട്ടയുടെ ജീവൻ രക്ഷിച്ച അവനെ എല്ലാവരും ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുകയും ഓരോ കപ്പ് ഓഫ് ടീ അവനക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അത് വേറൊന്നുമല്ല, അവനൊന്ന് ബഹുമാനിക്കുന്ന കൂട്ടായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതേ സമയത്ത് നമ്മുടെ സ്പെക്സ് ബോയ് പറയുന്നുണ്ട്, എടാ നിന്നെ എല്ലാവരും ബഹുമാനിക്കാമല്ലോ, നീ ഒരു ചെറിയ സ്റ്റാറായി മാറുകയാണെന്ന് നമ്മുടെ ആ സ്പെക്സ് ബോയ് പറയുകയാണ്. എന്തിന് ഞാൻ ചെയ്തില്ലല്ലോ, ഞാൻ ഒരു ഹെൽപ്പ് മാത്രമാണ് ചെയ്തത്. നീ ആരെ ഹെൽപ്പ് ചെയ്തതെന്ന് അയാളുടെ വില എന്താണെന്ന് നിനക്ക് അറിയാത്തതുകൊണ്ടാണ് നീ ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഈ ഒരു മുട്ടയ്ക്ക് എപ്പോഴും ഒരു സെക്യൂരിറ്റി ഉണ്ട്. അതായത് ഒരു വിചിത്രമായ ഒരു മനുഷ്യനാണ്. അവൻ്റെ മുഖമൊക്കെ കണ്ടതിന് എന്തൊരു ഡ്രാക്കുള സൈസ് ഒരു ഫേസാണ്. അവൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ മുട്ടയുടെ ജീവൻ രക്ഷിച്ച അവൻ്റെ അടുത്ത് പറയുകയാണ്, നിന്നെ ഒന്ന് ആ മുട്ടയെ കാണണമെന്ന്. മുട്ട എന്നൊന്നുമല്ല, അവൻ്റെ പേര് ഒരു വായി കിട്ടാത്തൊരു പേര് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുട്ട എന്ന് പറയുന്നത്. അങ്ങനെ അവനെയും കൊണ്ട് നേരെ ആ മുട്ടയുടെ അടുത്ത് പോവുകയാണ്. എല്ലാവർക്കും പുറത്തിറങ്ങാമെങ്കിലും അവനിക്ക് മാത്രം പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല. കാരണം അത്ര ടൈറ്റ് സെക്യൂരിറ്റിയാണ്. കാരണം അവൻ്റെ പവറാണ് ഏറ്റവും ശക്തമായ പവർ. അങ്ങനെ നമ്മുടെ മുട്ട പറയുകയാണ്, നീ എൻ്റെ ജീവനെ രക്ഷിച്ചത്, എനിക്ക് നിന്നോട് വളരെയധികം കടപ്പാടുണ്ട്. ഇനി മുതൽ ഞാനും നീയും ഒരു ബെറ്റർ സുഹൃത്തുക്കളായിരിക്കും, നല്ല ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് നമ്മുടെ മുട്ട അവനോട് പറയുകയാണ് കേട്ടോ. എന്തിനായിരിക്കും ഇവനായിട്ട് ഒരു ചെങ്കാത്തം കൂടുന്നത്? കാരണം പ്രത്യേകിച്ച് ഒരു നാച്ചുറൽ പവറോ ഒരു പവറും ഒരു സൂപ്പർ നാച്ചുറൽ പവറോ ഒന്നും അവനിക്കില്ല. അപ്പോൾ എന്തിനായിരിക്കുമെന്ന് നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാവും. ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ മുട്ട പറയുകയാണ്, എനിക്ക് വളരെയധികം താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ജോൺ അതായത് വാർഡൻ വേറൊരുത്തനെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. കാരണം കുറച്ച് ദിവസത്തിന് ഉള്ളിൽ നമ്മുടെ ഈ വാർഡൻ റിട്ടയർഡ് ആവുകയാണ്. അസിസ്റ്റൻറ്റ് വാർഡനായ മേരിയാണ് ശരിക്കും വാർഡനാവേണ്ടതെങ്കിലും മേരീനെ വാർഡനാക്കാൻ വേണ്ടി നമ്മുടെ ജോൺ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് അവിടുത്തെ ഒരു പോലീസുകാരനെയാണ് വാർഡനാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആ പോലീസുകാരന് വാർഡനാവാൻ യാതൊരു താല്പര്യമില്ല. അവനിക്കാണെങ്കിൽ അവൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പം താമസിക്കാനാണ് താല്പര്യം. അങ്ങനെ ഇതൊന്നും ഇപ്പോൾ മേരിയുടെ അടുത്ത് പറയുന്നില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോണാണ് കുറേ പദ്ധതികൾ ഇങ്ങനെ മനസ്സിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് പദ്ധതിയായിരിക്കും അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മുട്ടയുടെ പകുതി സ്വത്ത് അടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവൻ്റെ കുറേ പരിപാടികൾ. അങ്ങനെ ജോൺ പറയുകയാണ്, എനിക്ക് റിട്ടയർഡ് ആവാൻ സമയമായി, ഞാൻ അടുത്ത വാർഡനെ ആരാണെന്ന് തീരുമാനിക്കാൻ വേണ്ടി അവർ നോട്ടീസ് എഴുതി കൊടുത്തിരുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് പേ ബാക്കിൻ്റെ അവസ്ഥ വളരെയധികം മോശമാണ്. കാരണം അവനെ അടിച്ച് താഴ്ത്തിയിടുകയും അവനെ ഇലക്ട്രിക് ഷോക്ക് അട്ടിപ്പിച്ച് അവൻ്റെ ബോധം കെടുത്തുകയാണ്. ഇതേ സമയം പകുതി സ്വത്ത് അതായത് വാർഡിന് പകുതി സ്വത്ത് കൊടുക്കാമെന്ന് നമ്മുടെ മുട്ട തീരുമാനിച്ചതുകൊണ്ട് മുട്ടയ്ക്ക് നല്ല 5 സ്റ്റാർ ഫുഡാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ കുറേ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുട്ടയുടെ കയ്യിൽ നിന്ന് പകുതി സ്വത്ത് വാങ്ങുന്നത്. ഇതേ സമയത്ത് നമ്മുടെ സ്പെക്സ് ബോയിനെ കാണുകയാണ്. അവൻ്റെ പരോളിനുള്ള വിചാരണ നടക്കുന്നത്. അവൻ കുറേ മാറിയിട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ആ ജയിൽ അധികൃതർ അവനക്ക് ഒരിക്കലും പരോൾ കൊടുക്കുന്നില്ല. അങ്ങനെ അവനിങ്ങനെ ചുടിപ്പിക്കുന്ന കുറേ വർത്തമാനം പറയുമ്പോൾ അവൻ വീണ്ടും ഭയങ്കര ചൂടാവുകയാണ്. അങ്ങനെ അവനക്ക് ഇനി 5 വർഷം കഴിഞ്ഞിട്ടാണ് പരോളിന് വേണ്ടി ഇത് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഒരു പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞാൽ 5 വർഷം കൂടുമ്പോൾ മാത്രമാണ് ഇവർക്ക് വീണ്ടും അതായത് പരോളിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അങ്ങനെ സ്പെക്സ് ബോയുടെ
ആ ഒരു അതായത് ആ ഒരു അവസരം അവൻ്റെ കയ്യിൽ തെന്നി മാറി പോയിരിക്കുകയാണ്. ഇനിയും അവനൊരു 5 വർഷം കാത്തിരുന്നാൽ മാത്രമാണ് അവനിക്ക് അടുത്തതായിട്ട് പരോൾ, അതായത് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന് അവനിക്ക് മനസ്സിലാവുകയാണ്. അവനിക്ക് ശരിക്കും ദേഷ്യവും വിഷമവും എല്ലാം വരികയാണ്. അങ്ങനെ ആ വിഷമിച്ചിരിക്കുമ്പോൾ ആ പയ്യൻ ചോദിക്കും, എന്താ വിഷമിച്ചിരിക്കുന്നത്? വേറൊന്നുമല്ല, എൻ്റെ പരോളിൻ്റെ ഇത് കഴിഞ്ഞ് ഇനി എനിക്ക് അടുത്ത 5 വർഷം കഴിയാണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല എന്ന് അവൻ പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ആ ഒരു വിചിത്ര മനുഷ്യൻ അവനിക്ക്, അതായത് നമ്മുടെ സ്പെക്സ് ബോയ്ക്ക് ഒരു ടൂൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ ടൂൾ എന്തിനായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് അമർത്തി പിടിച്ചോ. പൊതുവെ എൻ്റെ ഡിവൈസ് ഇപ്പോൾ തന്നെ ഞാൻ കാണിച്ച് തരാമെന്ന് പറഞ്ഞ് അവൻ നേരെ മുകളിലോട്ട് കയറുകയാണ് കേട്ടോ. എൻ്റെ ഇലക്ട്രിസിറ്റി ഇപ്പോൾ ഒന്നും വർക്കാവുന്നില്ല, ഒന്ന് വെയിറ്റ് ചെയ്യ് സാറേ, ഞാനിപ്പോൾ തന്നെ എൻ്റെ പവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മുകളിൽ നിന്നൊരു സാധനം പൊട്ടിച്ച് നേരെ എൻ്റെ മേത്തോട്ട് ആ ഷോക്കാണ്ട് കയറ്റുകയാണ്. അതും ഹൈ വോൾട്ടിൽ. പക്ഷേ അവനിക്ക് ഒരു കുഴപ്പം വേണ്ടി പറ്റുകയില്ല. കാരണം എത്ര കിലോ വോൾട്ട് വേണമെങ്കിലും അവൻ്റെ ശരീരത്തിലോട്ട് പോവാണെങ്കിലും നമ്മുടെ അസിസ്റ്റൻറ്റ് വാർഡൻ വേറെ ലെവലാണ്. ഇതേ സമയത്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടികൂടി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങോട്ട് അവരുടെ പവറൊക്കെ ഏകദേശം അവർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ മറിയയുടെ ഒരവസരം, അതായത് അവൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ, അത് ഹാക്കായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റീഹാക്ക്, അതായത് തിരിച്ച് പഴയ സ്റ്റൈലിലോട്ട് ആക്കാൻ വേണ്ടി അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ റെഡി ആവുകയും അവരെ എല്ലാവരെയും ഷോക്ക് അടുപ്പിച്ച് വീണ്ടും അവരെ കൺട്രോളിലോട്ട് വരുത്തുകയാണ്. ഇവരെ കൺട്രോൾ ചെയ്യാൻ ആകെ ഒരു കാര്യം മാത്രമാണ്, ഇവരെ ഷോക്ക് അടുപ്പിച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ചെയ്യാനുള്ളൂ. വേറൊരു കാര്യം ഇവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. അങ്ങനെ അവൾക്ക് ഒരു പവറാണ്, അത്രയ്ക്ക് ആരോഗ്യമുള്ള, അതായത് ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ്. നേരെ അവൻ്റെ മേത്തെടുക്കുക തീരുമാനമാവുകയാണ് കേട്ടോ. അത്രയ്ക്ക് പവറാണ്, പഞ്ചിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവളൊരു പെൺകുട്ടിയാണ്, ഇവിടെ പഞ്ചിങ് പവർ വേറെ ലെവൽ പവറാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പെക്സ് ബോയുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അത് ന്യൂസിലേക്ക് ആകെ സ്പ്രെഡ് ആവുകയാണ് കേട്ടോ. അതായത് പോലീസുകാരനെ കൊന്ന ആളെ പോലീസുകാർ തന്നെ കൊന്നു കളഞ്ഞു എന്നുള്ള ന്യൂസ് ശരിക്കും വൈറലാവുകയാണ്. അവൻ സീൻ കട്ടായിട്ട് നമ്മുടെ ആ പയ്യൻ വീട്ടിൽ വന്നു. പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്നെ കൊണ്ട് നിന്നീൻ്റെ അകത്ത് പൂട്ടാൻ വേണ്ടി എന്നെ ഇടവരുത്തരുതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മൊട്ടേനാണ് കാണിക്കുന്നത്. മൊട്ടേനോട് ജോൺ പറയുകയാണ്, എന്തെങ്കിലും ഉടായ്പ് കാണിക്കാനാണ് പ്ലാനിങ്, എൻ്റെ കോണം അറിയാലോ. അങ്ങനെ നമ്മുടെ ആ ഒരു അസിസ്റ്റൻറ്റ് വാർഡൻ വന്നിട്ട് ഓരോ കാലൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാനല്ലേ അടുത്ത വാർഡൻ, നിന്നെ വാർഡനാക്കാട്ടോടി എന്ന് മനസ്സിലൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ ജോണിന് ഒട്ടും ഇഷ്ടമല്ല നമ്മുടെ അസിസ്റ്റൻറ്റ് വാർഡന്. നമ്മുടെ പേ ബാക്ക് ആണെങ്കിൽ എപ്പോഴും ഇരുന്ന് ഓരോ ഇട്ടിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പേ ബാക്കിന് ശത്രുവിടെ ഉണ്ട് കേട്ടോ. പേ ബാക്ക് ചോദിക്കുകയാണ്, നീ എന്നെ മൂക്കി കയറ്റിക്കളയെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജോൺ, അതായത് വാർഡിൻ്റെ അവസാനത്തെ ദിവസമാണെന്ന്, ഇന്നാണ് ആരെയാണ് വാർഡനാക്കാൻ പോകുന്നതെന്നുള്ള തീരുമാനമെല്ലാം എടുക്കാൻ പോകുന്നത്. അതേ സമയത്ത് നമ്മുടെ അസിസ്റ്റൻറ്റ് വാർഡൻ്റെ വിചാരം അവളെ ആക്കുമെന്നാണ്. പക്ഷേ അവളെല്ല ആക്കുന്നത്, തൊട്ടടുത്തുള്ള ആ പോലീസുകാരനാക്കുന്നത്. പക്ഷേ പോലീസുകാരന് വലിയ താല്പര്യമൊന്നുമില്ല, അവനക്ക് ഈ ജോലിനോടേ താല്പര്യമില്ല, എങ്ങനെയും കുടുംബത്തിൻ്റെ ഒപ്പം ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. അങ്ങനെ അസിസ്റ്റൻറ്റ് വാർഡനാക്കുന്നത്, അതായത് അവൾ അസിസ്റ്റൻറ്റ് വാർഡനെ വാർഡനാക്കാണ്ട് ആ പോലീസുകാരനാക്കുമ്പോൾ അവളുടെ മുഖമൊക്കെ ആകെ മാറുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ജോണാണെങ്കിൽ നേരെ മൊട്ടയടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മൊട്ട പറയുന്നുണ്ട്, എൻ്റെ പകുതി സ്വത്തല്ല നിങ്ങൾക്ക് തരാൻ പോകുന്നത്, എൻ്റെ ഫുള്ള് സ്വത്തും ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം, അതിന് നിങ്ങളുടെ ടാബ് തരാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ആ ജോൺ ശരിക്കും സന്തോഷിക്കുകയാണ് കേട്ടോ. ഒറ്റ ദിവസം തന്നെ ബില്യനെയർ ആവാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ കുറേ സ്വത്ത്, അതായത് അവൻ്റെ കയ്യിലുള്ള മില്യൺ കണക്കിലുള്ള സ്വത്ത് ജോണിൻ്റെ, എന്തിനായിരിക്കും അങ്ങനെ അത് മാറ്റുന്നതെന്ന് നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാകും. അങ്ങനെ അവിടുത്തുള്ള എല്ലാ സിസ്റ്റം ഇപ്പോൾ ജോണിൻ്റെ ഐപാഡ് ഉപയോഗിച്ച് ആ മൊട്ട ഹാക്ക് ചെയ്യുകയാണ് കേട്ടോ. അവിടുത്തുള്ള എല്ലാവരുടെ ആ കാലിൽ ഘടിപ്പിച്ചിരിക്കുന്ന സാധനമൊക്കെ ഇനാക്റ്റീവ് ആവുകയാണ്. അപ്പോൾ തന്നെ അവരുടെ സൂപ്പർ നാച്ചുറൽ പവറൊക്കെ അവർക്ക് തിരിച്ച് കിട്ടുകയാണ്. പിന്നെ തിരിച്ച് കിട്ടുകയാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിയുള്ളവർ അങ്ങനെ തമ്മിൽ അടിയാവുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ പവർ ഉപയോഗിച്ച് അവസാനം ഓരോരുത്തരും ചത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ഇവരെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും എങ്ങനെ കൺട്രോൾ ചെയ്യാൻ, അങ്ങനെ പെട്ടെന്ന് ഹാക്കായ സിസ്റ്റം ഫുള്ള് ഇത് ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ വാർഡൻ താഴെ പോയി നോക്കുകയാണ് കേട്ടോ. അത് കണ്ട് ഒരാളാണെങ്കിൽ ഇയാളെ കൊല്ലാൻ വേണ്ടി താഴത്തോട്ട് വരികയാണ്. അപ്പോൾ ജോൺ ചോദിക്കുകയാണ്, എടാ നീ എന്തൊട്ട് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ പോലീസുകാരനെ കൊല്ലാൻ വന്ന അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം അവൻ അറിയാണ്ട് വേറൊരു സ്ഥലത്ത് കയറി പിടിക്കുകയാണ്. ഹൈ വോൾട്ടേജുള്ള സാധനമാണ്, അവൻ്റെ കൈ അതുമ്പോൾ പേരെ പിടിച്ചോടുകൂടി അവൻ്റെ കാര്യത്തിൽ തീരുമാനമാവുകയാണ് കേട്ടോ. അവന് മരിച്ചു പോവുകയാണ്, ജോണാണ്. ഇതേ സമയത്ത് നമ്മുടെ വാർഡൻ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ പറയുകയാണ്, എടി
ഞാൻ ചുമ്മാ പറഞ്ഞാണ്, നീ തന്നെയാണ് ഇവിടുത്തെ മെയിൻ വാർഡൻ, അവനെ നമുക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഇതിപ്പോൾ സംസാരിക്കണം മുട്ടയുടെ പരകായ പ്രവേശനമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ജോണാണ്, അതായത് ആ മുട്ടയാണ് എല്ലാ കാരണം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചുകൊണ്ട് നേരെ കൊണ്ട് ആരടക്കാത്ത സെല്ലിൽ കൊണ്ട് അടക്കുകയാണ്. പക്ഷേ മുട്ടയുടെ അകത്തിപ്പോൾ ഉള്ളത് വേറെ ആരുമല്ല, നമ്മുടെ ആ വാർഡനായ ജോണാണ് കേട്ടോ. അങ്ങനെ എല്ലാ സ്വത്തും ട്രാൻസ്ഫർ ചെയ്തതിനുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? മേത്ത് കയറി പുറത്തോട്ട് ഇറങ്ങുകയാണ്, മുട്ടയുടെ ഏറ്റവും വിശ്വസ്തനായവനും കൂടെ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇനിയുള്ള കാലം ഇവൻ്റെ ഐഡൻറ്റിറ്റി ജീവിക്കാമെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലും കിടിലൻ വീഡിയോ എടുക്കാനാണ് ചെറിയൊരു ബൈ.